ഹലോ, എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കൃത്യമായ സ്വാഗതം. നമ്മൾ പറഞ്ഞു നമ്മൾ 2023 വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കുറഞ്ഞ ഭാഗങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മീൻസ് 2023 ഒരു ഡാറ്റയാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? എന്താണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 92 ഉപഗ്രഹങ്ങളുണ്ട്. വ്യാഴത്തിന് പുതിയതായി 12 ഉപഗ്രഹങ്ങൾ കൂടി അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ആരാണ്? വ്യാഴമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫാക്ട് പഠിച്ചു വെച്ചോ. വ്യാഴം എത്രയാണ്? 92. ഓക്കെ, അപ്പൊ റീസെന്റ് ആയിട്ട് 12 ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗരയൂഥം അല്ലെങ്കിൽ എന്താണ് നമ്മൾ സോളാർ സിസ്റ്റം എന്ന് പറയും. സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ആർക്കാണ്? വ്യാഴത്തിനാണ്. മറ്റൊരു കാര്യം, ഏഷ്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ എന്താണ്? ആദ്യ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ, ഏഷ്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ് നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഗാന്ധി സാഗർ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവല് മധ്യപ്രദേശിലെ മൻസൗർ ഈ പറയുന്ന സ്ഥലത്ത്. അത്ര സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിക്കണമെന്നില്ല, വേണമെങ്കിൽ ഗാന്ധി സാഗർ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ ഏഷ്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അത് തന്നെ എവിടെയാണ്? ഗാന്ധി സാഗർ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡാറ്റ പഠിച്ചു വെച്ചോട്ടോ. ഏഷ്യയിലെ ആദ്യത്തേതാണ്, ഇന്ത്യയിലെ മാത്രമല്ല, ഏഷ്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ മധ്യപ്രദേശിലാണ്. അത് തന്നെ ഗാന്ധി സാഗർ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ ആണ് നടന്നിരിക്കുന്നത്. അടുത്തൊരു കാര്യം, പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന നാസ നിർമ്മിച്ച വാഹനം ഏതാണ്? ഇത് X-57 മാക്സ്വെൽ എന്ന് പറയും. അപ്പൊ പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന നാസ നിർമ്മിച്ച വാഹനം. അപ്പൊ പരിപൂർണമായും വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് നാസ നിർമ്മിച്ചത്. അതെന്താണ്? X-57 മാക്സ്വെൽ എന്ന് പറയും. മാക്സ്വെൽ എന്ന് പറയുന്ന RCBയുടെ ഒരു കളിക്കാരന്റെ പേര് അറിയാലോ അല്ലെ? ഓക്കെ, അപ്പൊ X-57 മാക്സ്വെൽ. ഇനി ഇന്ത്യയിലെ ഏതു സംസ്ഥാന സർക്കാരാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വനിതകൾക്ക് ലഡ്ലി ബെഹ്ന എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാന സർക്കാരാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് വേണ്ടിയിട്ട് ലഡ്ലി ബെഹ്ന എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്? അത് മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന വനിതകൾക്ക് പ്രതിമാസം 1000 രൂപ, അപ്പൊ പ്രതിവർഷം 12,000 രൂപ എന്ത് ചെയ്യും? നൽകും. അപ്പൊ അത് അന്നത്തെ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 മുതലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ മധ്യപ്രദേശ്, നേരത്തെയും പറഞ്ഞത് എവിടെയാണ്? മധ്യപ്രദേശ് തന്നെയല്ലേ? ഓക്കെ, അപ്പൊ മധ്യപ്രദേശിലാണ് പ്രതിമാസം 1000 രൂപയാണ്. അപ്പൊ ഒരു വർഷത്തേക്ക് എന്ത് ചെയ്യും? 12,000 രൂപ ലഭിക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ഫാക്ടറുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കവർ ചെയ്ത് പോവാം. അടുത്തത്, ജനിക്കുന്ന ഓരോ കുട്ടിക്കും 100 മരങ്ങൾ വെച്ച് നടുന്ന രുക് മേര സന്തതി എന്ന് പറയുന്ന പദ്ധതി സിക്കിമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ നോർത്ത് ഈസ്റ്റ്, കാരണം ഏറ്റവും കൂടുതൽ ഫോറസ്റ്റുകളുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് എന്നല്ല, ഏറ്റവും കൂടുതൽ പെർസെന്റേജ്, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റുകൾ ഉള്ളത് എവിടെയാണ്? ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് റീജിയനിലാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആക്ട്, വന നിയമം അല്ലെ, പുതിയ വന നിയമം അനുസരിച്ച് എന്താണ്? പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പൊ ഈ പറയുന്ന പുതിയ വന നിയമം അനുസരിച്ച് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. കാരണം 100 കിലോമീറ്റർ വരെയുള്ള ഫോറസ്റ്റ് ക്ലിയറൻസ് വേണ്ട. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ താൽക്കാലികമായി എന്ത് ചെയ്തിട്ടുണ്ട്? നിർത്തിവെച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ ഓരോ കുട്ടിക്കും 100 മരങ്ങൾ വെച്ച് നടുന്ന മേരാ രുക് മേരോ സന്തതി എന്ന് പറയുന്ന പദ്ധതി, അത് സിക്കിം സർക്കാരാണ് ആരംഭിച്ചത്.
ഇനി 96ാമത് അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളനം, അത് മഹാരാഷ്ട്രയിൽ. നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. മറാത്ത എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ മഹാരാഷ്ട്രയുടെ വാർധ ജില്ലയിൽ 2023 ഫെബ്രുവരി 3-നാണ് 96ാമത് അഖില ഭാരതീയ മറാഠി സാഹിത്യ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളനം, അപ്പൊ അഖില ആയതുകൊണ്ട് തന്നെ, അഖില മീൻസ് എന്താണ്, ഭാരതീയ ആയതുകൊണ്ട് തന്നെ ചിലപ്പം അത് ന്യൂഡൽഹിയിലൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ന്യൂഡൽഹിയിലല്ല, മഹാരാഷ്ട്രയിൽ തന്നെയാണ് ഈ ഇൻസിഡന്റ് വന്നിരിക്കുന്നത്. ഇനി ഗൂഗിളിന്റെ AI ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ഇപ്പൊ ബാർഡ് എന്ന് പറയും. ഓക്കെ, എന്താണ് ബാർഡ് എന്നാണ് ഗൂഗിളിന്റെ AI ചാറ്റ് ബോട്ട്. ഇപ്പൊ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് കേട്ടോ, ഡീപ് മൈൻഡ്, അതേപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഗൂഗിളിന്റെ ജെമിനി ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നു. ഈ ജെമിനി ആണല്ലോ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ആൻസർ നൽകി എന്നതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നത്, താൽക്കാലികമായി മീൻസ് ഒരു ട്രയൽ ആക്കിയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗൂഗിള് തടിയൂരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ലാംഡ എന്ന നിർമ്മിത ഭാഷ അടിസ്ഥാനമാക്കിയാണ് ചാറ്റ് ബോട്ട് എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ പുതിയതായി അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗൂഗിളിന്റെ 2023 വന്നിരുന്ന ഒരു ചാറ്റ് ബോട്ട് ആണെന്ത്, ബാർഡ് എന്ന് പറയും. ലാംഡ എന്ന് പറയുന്ന ഒരു നിർമ്മിത ഭാഷ അടിസ്ഥാനമാക്കിയാണ് അത് പ്രവർത്തിക്കുന്നത്. ഇനി 2023 ഈ AI സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ, ഇതുപോലെയുള്ള ടെക്നോളജി വരുമ്പോൾ ഇന്റർനെറ്റ് സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ 2023 ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനത്തിന്റെ തീം എന്തായിരുന്നു? ടുഗദർ ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ്. അപ്പൊ സംയുക്തമായി ഒരു നല്ല ഇന്റർനെറ്റിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നതാണ് പുതിയ ഈ പറയുന്ന ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനത്തിന്റെ തീം. അപ്പൊ ഈ പറയുന്ന ഫെബ്രുവരി 8-നാണ് എന്ത് ചെയ്യുന്നത്, ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. ജസ്റ്റ് ഇതുപോലെയുള്ള ഫാക്ടുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിന്റെ വരുംകാല തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഏതാണ്? വിശാഖപട്ടണമാണ് അല്ലെ. ഓക്കെ, അപ്പൊ നിക്ഷേപ സംഗമത്തിലേക്ക് അതിഥികളെ ക്ഷണിക്കാൻ ഡൽഹിയിൽ നടത്ത പരിപാടിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രഖ്യാപനം. അപ്പൊ വിശാഖപട്ടണമായിരിക്കും എന്ത് ചെയ്യുന്നത്, ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ നിലവിലെ തലസ്ഥാനം അമരാവതി ആയിരുന്നു. ദെൻ ഇനി എന്ത് ചെയ്യും, അത് വിശാഖപട്ടണത്തേക്ക് മാറ്റും. അപ്പൊ 2014 ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചപ്പോ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അമരാവതി മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ പിന്നീട് എന്ത് ചെയ്യാണ്, ഇപ്പം വിശാഖപട്ടണത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആന്ധ്രാപ്രദേശ് അവരുടെ മീൻസ് തലസ്ഥാനം മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള എന്തെങ്കിലും ചേഞ്ച്, അപ്പൊ വിശാഖപട്ടണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് മീൻസ് ആക്ടിവിറ്റീസ് വിശാഖപട്ടണം ബേസ് ചെയ്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ്, വിശാഖപട്ടണമാണ്. 2020 ജഗൻമോഹൻ റെഡ്ഡി 3 തലസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ച് ബിൽ അവതരിപ്പിച്ചിരുന്നു. ലെജിസ്ലേറ്റീവ് തലസ്ഥാനമായിട്ട് അമരാവതിയും, എക്സിക്യൂട്ടീവ് തലസ്ഥാനമായിട്ട് വിശാഖപട്ടണവും, ജുഡീഷ്യൽ നീതിന്യായ തലസ്ഥാനമായിട്ട് കർണൂലും. അപ്പൊ ഈ പറയുന്ന ബില്ല് പാസ്സാക്കിയിരുന്നു. പക്ഷേ ഇതിനെതിരെ അമരാവതിയിൽ ഭൂമി വിട്ട് നൽകിയ കർഷകർ പ്രതിഷേധിക്കുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, 2022 ഈ ബില്ല് പിൻവലിച്ചത്. അപ്പൊ ആദ്യമുള്ള തീരുമാനം എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ആയിട്ട് അമരാവതി തന്നെ, അതേപോലെ തന്നെ എന്താണ്, എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ ആയിട്ട് വിശാഖപട്ടണം, അതേപോലെ തന്നെ ജുഡീഷ്യൽ ക്യാപിറ്റൽ ആയിട്ട് കുർണൂൾ. അപ്പൊ ഈ പറയുന്ന കർഷകരുടെ സമരമൊക്കെ കാരണമാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് അത് നിർത്തലാക്കിയിരിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ഫാക്ട് ഒന്ന് പഠിച്ചു വെക്കാം. അടുത്തൊരു കാര്യം, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം, ഏറ്റവും പുതിയത് എന്ന് ഞാൻ പറയുമ്പോൾ 2023 കാര്യമാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കൂവം. രണ്ടാമത് സബർമതിയാണ്. മൂന്നാമത് ബഹേലയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും മലിനമായ നദി ഏതാണ്? ചെന്നൈ തമിഴ്നാടുവിലുള്ള കൂവം എന്ന് പറയുന്ന നദിയാണ്. രണ്ടാമത് സബർമതി. സബർമതി എന്ന് പറയുമ്പോൾ ഗുജറാത്ത് ആണ് എന്ന് നിങ്ങൾക്കറിയാം. സബർമതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, സബർമതി ആശ്രമമൊക്കെ കേട്ടിട്ടില്ലേ, മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ആ ഒരു ഫാക്ട് എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം.
നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യ കേബിൾ സ്റ്റെയറെയിൽ പാലം ഏതാണ്? അഞ്ചിഘാട്ട് പാലം എന്ന് പറയും. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ചെനാബ് നദിയുടെ പോഷക നദിയാണ് ആഞ്ചി നദി. അപ്പൊ ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ഏതാണ്? കേബിൾ സ്റ്റേ റെയിൽ പാലം അത് അഞ്ചിഘാട്ട് പാലം എന്ന് പറയും. ഈ ചെനാബ് നദിയുടെ, ചെനാബ് എന്ന് പറയുമ്പോൾ ഇൻഡസിന്റെ എന്താണ് മീൻസ് ട്രിബ്യൂട്ടറീസ് അല്ലെ, രവി, ബിയാസ്, ചെനാബ്, സത്ലജ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഇൻഡസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലം വരുന്നത് അഞ്ചിഘട്ട് പാലം എന്ന് പറയും. അത് ചെനാബ് നദിയുടെ പോഷക നദിയായ ആഞ്ചി നദിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് ഫ്ലോർ തൂക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതുപോലെയുള്ള ഫാക്ടുകളൊക്കെ എന്ത് ചെയ്യുക? ഒക്കെ ഒന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും എന്ത് ചെയ്യാം, മീൻസ് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അടുത്തൊരു കാര്യം, 2023 ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് ഏതാണ്? അഹമ്മദാബാദ്. ഓക്കെ, അപ്പൊ ദേശീയ ബാല കോൺഗ്രസ് എവിടെയാണ്? അഹമ്മദാബാദ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി മൾട്ടിപ്ലക്സ് നിലവിൽ വന്ന വിമാനത്താവളം എവിടെയാണ്? ചെന്നൈ വിമാനത്താവളമാണ്. ഓക്കെ, അപ്പൊ ബാലശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് അഹമ്മദാബാദ് ആയിരുന്നെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൾട്ടിപ്ലക്സ് നിലവിൽ വന്ന വിമാനത്താവളം ഏതാണ്? ചെന്നൈ വിമാനത്താവളമാണ്. അടുത്തൊരു കാര്യം, 1000 വർഷം പഴക്കമുള്ള കുന്തുനാഥ പ്രതിമ കണ്ടെത്തിയത് എവിടെയാണ്? അത് മഹാരാഷ്ട്രയാണ്. 1000 വർഷം പഴക്കമുള്ള കുന്തുനാഥ പ്രതിമ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയില്. ഇപ്പൊ രണ്ട് കാര്യം നമ്മൾ എന്ത് ചെയ്തു? മധ്യപ്രദേശ് പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ പറയുന്നത് എന്താണ്? മഹാരാഷ്ട്രയാണ്. അപ്പൊ കുന്തുനാഥ പ്രതിമ 1000 വർഷം പഴക്കമുള്ളതാണ്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഥിയം ശേഖരം കണ്ടെത്തിയത് എവിടെയാണ്? സെലാൽ ഹൈമാന എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ എവിടെയാണ് ആദ്യം ഈ പറയുന്ന ലിഥിയം ശേഖരം? അപ്പൊ ഈ ലിഥിയം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഇലക്ട്രിക് EV വെഹിക്കിൾ ഇല്ലേ? അപ്പൊ ഈ EV വെഹിക്കിളിന് ബാറ്ററി വേണ്ട സംവിധാനമാണ്. ഓക്കെ, ഇനി വിദേശത്ത് UPI പേയ്മെന്റുകൾ നടത്തുവാൻ അനുവദിക്കുന്ന ആദ്യ ഇന്ത്യൻ ഫിൻടെക് ഏതാണ്? ഫോൺപേ ആണ്. അപ്പൊ വിദേശത്ത് UPI പേയ്മെന്റുകൾ നടത്താൻ അനുമതി നൽകുന്ന ആദ്യ ഇന്ത്യൻ ഫിൻടെക് എന്ന് പറയുന്നത് എന്താണ്? ഫോൺപേ. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ? ഈ പറയുന്ന രീതിയിൽ പല രീതിയിലുള്ള ട്രാൻസാക്ഷനും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അത് ആണ് എന്ത് ചെയ്യുന്നത്? പലപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് വിദേശത്ത് UPI പേയ്മെന്റുകൾ നടത്താൻ അനുമതി നൽകുന്ന ആദ്യ ഇന്ത്യൻ ഫിൻടെക് ആണ്. ആദ്യ ഇന്ത്യൻ ഫിൻടെക് ഫോൺപേ ആണ്. അടിയന്തര സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ഗോവ ബീച്ചിൽ അവതരിപ്പിച്ച സ്വയം സഞ്ചരിക്കാൻ സാധിക്കുന്ന റോബോട്ട് ഏതാണ്? ഓറസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഗോവ ബീച്ചിൽ അവതരിപ്പിച്ച സ്വയം സഞ്ചരിക്കാൻ സാധിക്കുന്ന റോബോട്ട്. കാരണം റോബോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം AI സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സ്വയം സഞ്ചരിക്കാൻ പറ്റുന്നത് ഔറസ് ആണ്. അടുത്തത്, അനധികൃത നിക്ഷേപ തട്ടിപ്പുകാരെ സ്വത്ത് മരവിപ്പിക്കാനും കണ്ടുകെട്ടാനും ജപ്തി ചെയ്യാനും പോലീസിന് അധികാരം നൽകുന്ന നിയമം എന്താണ്? ബഡ്സ് എന്ന് പറയാം. ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡിപ്പോസിറ്റ് സ്കീംസ് എന്നതാണ് ബഡ്സിന്റെ പൂർണ്ണരൂപം. അപ്പൊ അനധികൃത നിക്ഷേപ തട്ടിപ്പുകാരുടെ സ്വത്ത്, അപ്പൊ അനധികൃതമായി നിക്ഷേപ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ, അപ്പൊ അത്തരം ആളുകളുടെ സ്വത്ത് മരവിപ്പിക്കാനും അത് സീസ് ചെയ്യാനും അത് ജപ്തി ചെയ്യാനും പോലീസിന് അധികാരം നൽകുന്ന ബില്ലാണ് ബഡ്സ് എന്ന് പറയും. ബഡ്സ് എന്ന് പറഞ്ഞാൽ ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ ഈ ബഡ്സിന്റെ ഫുൾ ഫോം എന്താണ് എന്ന് നോക്കണം. അതേപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട ബഡ്സും ഉണ്ട് അല്ലെ. അടുത്തൊരു കാര്യം, SLV. അപ്പൊ SSLV എന്ന് പറയും സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഇപ്പൊ PSLV ഉണ്ട്, അതേപോലെ തന്നെ GSLV ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള പല രീതിയിലുള്ള വെഹിക്കിൾസ് ഉണ്ട് നമ്മൾ റോക്കറ്റ് വിക്ഷേപിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ SSLVയുടെ ഫുൾ ഫോം എന്താണ്? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അപ്പൊ ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കുന്നതിന് വേണ്ടി ISRO രൂപകൽപ്പന ചെയ്തതാണ് SSLV. അപ്പൊ ചെറിയ സാറ്റലൈറ്റുകൾ വിടാൻ
വലിയ അല്ലെങ്കിൽ PSLV GSLV ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് SSLV യൂസ് ചെയ്യാം. അപ്പൊ വളരെ കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഈ പറയുന്ന സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന SSLVയുടെ രണ്ടാം പതിപ്പായ SSLV-D2 വിജയകരമായി ISRO വിക്ഷേപിച്ചിരുന്നു. ഓക്കെ, ഇവിടെ കൊടുങ്ങല്ലൂർ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂള്, കണ്ണൂർ കോളയാട് സെന്റ് കോൺയൂസ് ഹയർ സെക്കൻഡറി സ്കൂള്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രൂപകൽപ്പനയിൽ പങ്കാളിയായ ആസാദി സാറ്റ് 2 എന്ന ഉപഗ്രഹം എന്ത് ചെയ്തിട്ടുണ്ട്, SSLV-D2 വിക്ഷേപണത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം പഠിച്ചു വെക്കേണ്ടത്, ആസാദി സാറ്റ് എന്ന് പറയുന്ന ആ ഒരു സാറ്റലൈറ്റ് ഏതാണ്, അത് SSLV-D2ലാണ്. അതിൽ പങ്കെടുത്ത സ്കൂളുകൾ ഏതൊക്കെയാണ്, ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞു വെക്കുക. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്ത്യൻ നിർമ്മിത വിമാനവാഹിനി കപ്പലുകളിൽ യുദ്ധവിമാനം ഇറക്കി ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചിരുന്നു. ഇപ്പോ ഇന്ത്യ വളരെ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ, ഇപ്പൊ നമ്മൾ എല്ലാം എന്താണ് തദ്ദേശീയമായിട്ട് ഇൻഡിജിനസ് ആയിട്ട് നിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആത്മ നിർഭർ ഭാരത് എന്നൊക്കെ പറയും അല്ലെ, ആത്മ നിർഭർ ഭാരത് എന്നൊക്കെ പറയുന്ന പദ്ധതികളിലൂടെ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ നിർമ്മിത വിമാനവാഹിനി കപ്പലിൽ യുദ്ധവിമാനം ഇറക്കിയിട്ട് ഇന്ത്യ ചരിത്ര നേട്ടം സൃഷ്ടിച്ചു. അതേതാണ്, INS വിക്രാന്ത്. അപ്പൊ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ഏതാണ്, ഈ പറയുന്ന INS വിക്രാന്താണ്. അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിന്റെ തന്നെ പേരാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലിനും നൽകിയിരിക്കുന്നത്. കൊച്ചിൻ കപ്പൽ നിർമ്മാണ ശാലയിലാണ് INS വിക്രാന്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ അഥവാ 1961 ഉണ്ടായിരുന്ന അന്നത്തെ വിമാനവാഹിനി കപ്പലിന്റെ പേരും എന്താണ്, INS വിക്രാന്ത് എന്നാണ്. അതേ പേര് തന്നെയാണ് ഇപ്പൊ നമ്മൾ തദ്ദേശീയമായി സ്വതന്ത്രമായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പോഴും നൽകിയ പേരെന്താണ്, INS വിക്രാന്ത് എന്ന് തന്നെയാണ് നമ്മൾ പേര് നൽകിയത്. ഓക്കെ, അപ്പൊ INS വിക്രാന്ത് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ INS വിക്രാന്ത് നമ്മൾ പരിപൂർണമായും എന്താണ്, തദ്ദേശീയമായി നിർമ്മിച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത് എവിടെയാണ്, കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. അപ്പൊ ഒരു PSC പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടി വരികയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് എന്ത് ചെയ്തത്, ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് സ്വരാജ് ട്രോഫി മുളന്തുരുത്തി എറണാകുളമാണ്. രണ്ടാം സ്ഥാനം പാപ്പിനിശ്ശേരി കണ്ണൂരാണ്. മൂന്നാം സ്ഥാനം മരങ്ങാട്ടുപള്ളി കോട്ടയമാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മൂന്നെണ്ണം എന്താണ്, മുളന്തുരുത്തി എറണാകുളം, രണ്ടാം സ്ഥാനം പാപ്പിനിശ്ശേരി കണ്ണൂർ, മൂന്നാം സ്ഥാനം മരങ്ങാട്ടുപള്ളി. ഇതൊക്കെ നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഇതെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങളൊന്ന് വായിച്ചു പോവാ. അപ്പൊ വായിച്ചു പോയാൽ തന്നെ എന്ത് ചെയ്യും, ഇതിന്റെ PDF കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ PDF കൂടി അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ഒന്ന് റിവൈസ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ സ്ട്രെയിൻ കൊടുത്ത് പഠിക്കരുത്. കുറച്ചുകൂടി ഒന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, അപ്പൊ മെന്റൽ സ്ട്രെയിൻ ഇല്ലാതെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു 4-5 തവണ ഇതങ്ങ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇനി ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കൊല്ലമാണ് ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം കണ്ണൂരാണ്. അപ്പൊ കൊല്ലം ഒന്നാം സ്ഥാനം, കണ്ണൂര് രണ്ടാം സ്ഥാനം. ഇപ്പൊ റീസെന്റ് ആയിട്ട് കൊല്ലത്താണല്ലോ സ്കൂൾ കലോത്സവം ഒക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനോട് ചേർത്ത് വായിക്കാം. കൊല്ലമാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം ഈ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്ന കണ്ണൂരിനല്ലേ. ഓക്കെ, അപ്പൊ ഈ പറയുന്നത് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെക്കാം. മികച്ച കോർപ്പറേഷനുള്ള അവാർഡ് ആർക്കാണ്, തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ നമ്മളുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മികച്ച കോർപ്പറേഷനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ പറയുന്ന മുനിസിപ്പാലിറ്റിക്കുള്ള അവാർഡ് എവിടെയാണ്, തിരൂരങ്ങാടിയാണ്. രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരിയാണ്. മൂന്നാം സ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. അപ്പൊ ഇതുപോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. അടുത്തൊരു കാര്യം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, MGNREGs എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു പദ്ധതിയുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ 2021-22 വർഷത്തെ മഹാത്മാ പുരസ്കാരം ഒന്നാം സ്ഥാനം ഏത് പഞ്ചായത്തിനാണ്, കള്ളിക്കാട് പഞ്ചായത്തിനാണ്. ഓക്കെ, അപ്പൊ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഇപ്പൊ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ അതാണല്ലോ നിങ്ങൾക്ക് പഠിക്കാൻ സുഖം. അപ്പൊ ഈ പറയുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി
അപ്പൊ അതിൽ ഒന്നാം സ്ഥാനം മഹാത്മാ പുരസ്കാരം, ഒന്നാം സ്ഥാനം കള്ളിക്കാട് എന്ന് പറയുന്ന പഞ്ചായത്താണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന MGNREGS എന്ന് പറയുന്ന എന്താണ്, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അപ്പൊ ഇതുപോലെയുള്ള പദ്ധതികൾ, ഇതുപോലെയുള്ള നമ്മൾ ഏതെങ്കിലും പദ്ധതികളെ കുറിച്ചൊക്കെ പറയാണ്, ഇവിടെയുണ്ടെന്ന് ഓഗ്സ് എന്ന് പറയും അല്ലെ, അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അപ്പൊ ഇതുപോലെയുള്ള ഏത് മീൻസ് സ്മോൾ ഫോം കണ്ടാലും അതിന്റെ അബ്രീവിയേഷൻ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു വെക്കുക. പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, PSC അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനു മുമ്പുള്ള ഒരു പരീക്ഷയില് ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഒരു ഫുൾ ഫോം എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി നഗരമേഖലയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, ഇതിന്റെ മികവിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൊല്ലം. നേരത്തെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ജില്ലാ പഞ്ചായത്തിൽ കൊല്ലമായിരുന്നു ഒന്നാം സ്ഥാനം. അപ്പൊ ഈ പറയുന്ന ഓഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അയ്യങ്കാളി, U ഫോർ അർബൻ, E ഫോർ എംപ്ലോയ്മെന്റ്, G ഫോർ ഗ്യാരണ്ടി, S ഫോർ സ്കീം. ഓക്കെ, ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തൊരു കാര്യം, ടർക്കി, സിറിയ, ഈ പറയുന്ന രാജ്യങ്ങൾ അവിടുത്തെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇന്ത്യ നൽകിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. എന്താണ്, ടർക്കി, സിറിയ ഈ പറയുന്ന രാജ്യങ്ങളിലെ ഭൂകമ്പ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ആ ഒരു ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മളിപ്പം എന്താണ്, വസുദൈവ കുടുംബം, എന്താണ്, ലോകം എല്ലാം ഒരേ കുടക്കീഴിലാണ്. അപ്പൊ നമ്മൾ ആ ഒരു സൗഹൃദം നമ്മൾ പലപ്പോഴും പല രാജ്യങ്ങൾക്ക് ക്രൈസിസ് ഉണ്ടാകുമ്പോഴും നമ്മൾ ഈ സൗഹൃദം നിലനിർത്താറുണ്ട്. ഇത് പരമാവധി എന്ത് ചെയ്യാറുണ്ട്, മറ്റു രാജ്യങ്ങളെ സഹായിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓപ്പറേഷൻ ദോസ്ത്, അപ്പൊ ഈ പറയുന്ന സിറിയ, ടർക്കി, അപ്പൊ ഈ പറയുന്ന രാജ്യങ്ങളിൽ ഭൂകമ്പം ഉണ്ടായിരുന്നപ്പോ അപ്പൊ ഇന്ത്യ ചെയ്ത ആ ഒരു പദ്ധതിയുടെ പേരെന്താണ്, ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയും. അടുത്തൊരു കാര്യം, രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം എന്ന് പറയുന്നത് ആരാണ്? PT ഉഷയാണ്. അപ്പൊ രാജ്യസഭ നിയന്ത്രിക്കുന്നത് ആരാണ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, രാജ്യസഭയുടെ ചെയർമാനാണ് അല്ലെ. അപ്പൊ രാജ്യസഭ നിയന്ത്രിക്കുന്നത് ആരാണ്? രാജ്യസഭയുടെ ചെയർമാനാണ്. രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് അല്ലെ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ. അപ്പൊ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നാ പറയാം. അപ്പോ ലോക്സഭയില് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത് പോലെയല്ല രാജ്യസഭയുടെ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത്. ആരാണോ ആ സമയത്തെ ഉപരാഷ്ട്രപതി, അദ്ദേഹമായിരിക്കും ഓട്ടോമാറ്റിക്കലി എന്ത്, രാജ്യസഭയുടെ ചെയർമാനായിട്ട് വരുന്നത്. ഓക്കെ, അതേ സമയത്ത് അസിസ്റ്റന്റ് മീൻസ് എന്ത് ചെയ്യും, വൈസ് ചെയർമാൻ ഉണ്ടാവും. ഇപ്പോ ഡെപ്യൂട്ടി സ്പീക്കർ പോലെ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടാവും. ആ ഡെപ്യൂട്ടി ചെയർമാൻ എന്തായിരിക്കും, രാജ്യസഭാ അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ആളായിരിക്കും. അപ്പൊ ഈ രാജ്യസഭയുടെ ചെയർമാൻ ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം സഭയിൽ അംഗമല്ല. ആണോ? രാജ്യസഭാ മെമ്പർ ആണോ? രാജ്യസഭാ മെമ്പർക്ക് ഉപരാഷ്ട്രപതി ആകാൻ പറ്റൂ? ഇല്ല. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ്, പക്ഷേ ഉപരാഷ്ട്രപതി എന്തല്ല, രാജ്യസഭയിൽ അംഗമല്ല. അപ്പൊ ഇദ്ദേഹം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഉപരാഷ്ട്രപതിയായ ചെയർമാൻ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടാവും. ഡെപ്യൂട്ടി ചെയർമാൻ ഇല്ലെങ്കിൽ ആ ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇവർ രണ്ടാളും ആബ്സെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ടാവും. ആ ഒരു ഡെപ്യൂട്ടി എന്താണ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺസിന്റെ ഒരു പാനല്. ആ ഒരു പാനലില് മെമ്പർ ആയിരുന്നു ആര്, PT ഉഷ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യത്തെ. കാരണം PT ഉഷ രാജ്യസഭയിലേക്ക് എങ്ങനെ വന്ന ആളല്ല, എലക്റ്റഡ്. ഇപ്പൊ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് റീസെന്റ് ആയിട്ട് രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അപ്പൊ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയാ നടക്കുന്നത്? നമ്മൾ നേരിട്ട് വോട്ട് ചെയ്യും. നമ്മൾ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതേപോലെ തന്നെ സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പേ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളൂ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. ഇപ്പൊ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ഇപ്പൊ കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇതുപോലെ ഓരോ സ്റ്റേറ്റിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആളുകളാണ്, അവിടുത്തെ MLA-മാരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മീൻസ് രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ 12 ആളുകൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ആർട്സ്, സോഷ്യൽ സയൻസ് ഈ മേഖലയിലൊക്കെ പ്രാവീണ്യം നേടിയ അല്ലെങ്കിൽ അത്ലറ്റുകള്, സ്പോർട്സ് പേഴ്സൺ, ഇതുപോലെയുള്ള ആളുകളെയൊക്കെ രാഷ്ട്രപതി എന്ത് ചെയ്യും, നോമിനേറ്റ് ചെയ്യും. അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ് ആര്, PT ഉഷ.
അപ്പൊ നോമിനേറ്റ് ചെയ്യപ്പെട്ട രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യ അംഗമാരാണ് PT ഉഷയാണ്. അടുത്തത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം. കാരണം 2023 ഫാക്ടുകൾ നമ്മൾ പറയുമ്പോൾ 2023 അവാർഡുകളായിരിക്കും പലപ്പോഴും 2022 അവാർഡുകളായിരിക്കും 2023 കൊടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം ആർക്കാണ്? മനോജ് മണിയൂർ. അദ്ദേഹത്തിന്റെ തന്നെ ചിമ്മിനിവട്ടം എന്ന് പറയുന്ന കവിതക്കാണ് എന്ത് ചെയ്യുന്നത്? ബാലസാഹിത്യ പുരസ്കാരം. അപ്പൊ മനോജ് മണിയൂര്. ഇതുപോലെയുള്ള അവാർഡുകളൊക്കെ ശ്രദ്ധിക്കുക. അവാർഡുകളൊക്കെ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? PSC ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാതം ജെൻഡർ പാരിറ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഈ പറയുന്നത് എന്താണ്? കേരളമാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഈ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ തലത്തിലേക്ക് പോകും തോറും എന്ത് ചെയ്യും? സ്ത്രീകൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അത് നമ്മളുടെ ഈ ഒരു പാട്രിയാർക്കൽ മെന്റാലിറ്റി, ഇതുപോലെയുള്ള ഒരുപാട് സൊസൈറ്റിയിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മീൻസ് ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ കുറവായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ പല മേഖലകളും സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ജനറൽ ഡിസ്പാരിറ്റി ഏറ്റവും എന്താണ് അനുപാത ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഈ പറയുന്ന കേരളമാണ്. അടുത്തൊരു കാര്യം, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്നാണ്? കെമു. കെമു എന്ന് പറഞ്ഞാൽ കേരള എക്സൈസ് മൊബൈൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എന്ന് പറയും. അപ്പൊ കെമു എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു സംവിധാനം കേരള എക്സൈസ് മൊബൈൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്, അപ്പൊ കെമു എന്ന് പറയും. അപ്പൊ ഈ ഒരു സംവിധാനമാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പദ്ധതി, മീൻസ് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഇനി പൂനെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമാ വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ഇത് സംവിധാനം ചെയ്തത് ജയരാജാണ്. P. പത്മനാഭന്റെ പ്രശസ്ത കൃതിയായ പ്രകാശം പരത്തുന്ന പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്നതിനെ ആസ്പദമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സിനിമ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ഫാക്ടുകളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അടുത്തൊരു കാര്യം, സർക്കാർ IT പാർക്കുകളുടെ കീഴിൽ വർക്ക് നിയർ ഹോം സ്ഥാപിക്കുന്നതിന് അംഗീകാരം നൽകിയ സ്റ്റേറ്റ് ഏതാണ്? കേരളം. അപ്പൊ സർക്കാർ IT പാർക്കുകളുടെ കീഴിൽ വർക്ക് നിയർ ഹോം ഈ സ്ഥാപിക്കുന്നതിന് അംഗീകാരം നൽകിയ സ്റ്റേറ്റ് കേരളമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 25,000 റൺസ് തികയ്ക്കുന്ന താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. സച്ചിന്റെ 577 ഇന്നിങ്സ് എന്ന് പറയുന്ന റെക്കോർഡാണ് 548 ഇന്നിങ്സിലൂടെ എന്ത് ചെയ്യുന്നത്? വിരാട് കോഹ്ലി മറികടന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം സച്ചിന്റെ 2023 വേൾഡ് കപ്പില് സച്ചിന്റെ 49 സെഞ്ചുറികൾ എന്ന് പറയുന്നത് വേൾഡ് കപ്പിൽ തന്നെ 49ലേക്ക് എത്തുകയും തൊട്ടടുത്ത കളിയിൽ തന്നെ 50ാമത് സെഞ്ചുറിയും പൂർത്തിയാക്കി സച്ചിനെ മറികടന്നിട്ടുണ്ട്. ഇനി പ്രഥമ ദേശീയ ബീച്ച് ഫുട്ബോള് ഈ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാരാണ്? കേരള. അപ്പൊ പ്രഥമ ദേശീയ ബീച്ച്, ഇതൊക്കെ പ്രഥമ എന്ന് പറയുമ്പോൾ ആദ്യത്തേതാണ് അല്ലെ. അപ്പൊ ഇന്ത്യ ആദ്യമായാണ് ബീച്ച് ഫുട്ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഈ അരങ്ങേറിയത് ഗുജറാത്തിലാണ്. കേരളത്തിന്റെ എതിരാളികൾ പഞ്ചാബ് ആയിരുന്നു. 4-നെതിരെ 13 ഗോളുകൾ അടിച്ചാണ് കേരളം എന്ത് ചെയ്തത്? പഞ്ചാബിനെ തോൽപ്പിച്ചത്. അപ്പൊ ഇത് പ്രഥമ എന്ന് പറയുന്നത്, അപ്പൊ ആദ്യത്തേത് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്? നമുക്കിവിടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് വരുന്നത്. അടുത്തൊരു കാര്യം, ബ്ലോക്ക് പഞ്ചായത്ത്. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു, അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പറഞ്ഞു, അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടില്ല, കോർപ്പറേഷൻ പറഞ്ഞു അല്ലെ. കോർപ്പറേഷൻ പറഞ്ഞു, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിൽ പെരുമ്പടപ്പ് മലപ്പുറമാണ്, 2ാം സ്ഥാനം കൊടകരയാണ്, 3ാം സ്ഥാനം നെടുമങ്ങാണ്. അതേപോലെ തന്നെ നഗരസഭയ്ക്കുള്ള അവ മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടിയാണ്, 2ാം സ്ഥാനം വടക്കാഞ്ചേരി ബത്തേരി. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്നും നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം എന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കാം. ICC T20 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് 2023 ഫെബ്രുവരിയിൽ കരസ്ഥമാക്കിയതാരാണ്? ശുഭ്മൻ ഗിൽ. അപ്പൊ ഒരു
ICC T20 ക്രിക്കറ്റില് ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ. അപ്പൊ ഒരു കളിയിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് നേടിയിരിക്കുന്നത് ആരാണ്? ശുഭ്മൻ ഗിൽ ആണ്. അപ്പൊ അഹമ്മദാബാദ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ന്യൂസിലൻഡിനെതിരെ 2023 ഫെബ്രുവരി 1 അദ്ദേഹം ഔട്ടാകാതെ നേടിയ 126 റൺസ്. അപ്പൊ ഇതിനു മുമ്പ് വിരാട് കോഹ്ലി നേടിയ 122 റൺസ് എന്ന് പറയുന്നതായിരുന്നു റെക്കോർഡ്. അതിനെ മറികടന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ശുഭ്മൻ ഗില്ല് 126 റൺസ് നേടിയിരിക്കുന്നത്. T20 സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം, ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം, ഈ പറയുന്ന നേട്ടങ്ങളൊക്കെ. അപ്പൊ T20 ഫോർമാറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മീൻസ് ഏജ് കുറഞ്ഞ താരം, അതേപോലെ തന്നെ 3 ഫോർമാറ്റുകളും അവ ടെസ്റ്റ്, T20 അതേപോലെ തന്നെ ODI, ഈ പറയുന്ന 3ലും സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അദ്ദേഹം 2023 ജനുവരിയിലെ മികച്ച താരമായി പ്രഖ്യാപിക്കപ്പെട്ടതും എന്താണ്? BCCIയുടെ മികച്ച താരമായി പ്രഖ്യാപിക്കപ്പെട്ടതും ശുഭ്മൻ ഗില്ല് തന്നെയാണ്. ICCയുടെ. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോളിന്റെ ടീമിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായതാരാണ്? സഞ്ജു സാംസൺ ആണ്. ഓക്കെ, അപ്പൊ ഈ സഞ്ജു സാംസൺ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഫുട്ബോൾ അല്ല, ഇദ്ദേഹം ക്രിക്കറ്റ് ആണ്. എന്നാലും ഇപ്പൊ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുമ്പോൾ ആ കളിയുമായിട്ട് ബന്ധമുള്ള ആളാകണമെന്നൊന്നുമില്ല എന്നാണ്. ചിലപ്പോ സിനിമാ താരങ്ങളെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ്, മലയാളിയാണ്, അതേപോലെ തന്നെ എന്താണ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ ആണ്. ഇനിയിപ്പോ ഈ പുതിയ വർഷത്തിൽ എന്താണ് പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അടുത്തൊരു കാര്യം, 2023 T20 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ്. അപ്പൊ 2023 T20 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ്. ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവര് കിരീടം നേടിയത്. ഓസ്ട്രേലിയയുടെ 6ാം വനിതാ ലോകകപ്പ് കിരീടമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് 2023 ലോകകപ്പ് ഫൈനൽ അഥവാ ICC ലോകകപ്പ് ഫൈനൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, ആതിഥേയരായ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓസ്ട്രേലിയ ലോകകപ്പ് നേടിയിട്ടാണ്. T20 അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. പുരുഷ വനിതാ T20കളിൽ 150 അന്താരാഷ്ട്ര മത്സരം കളിച്ച ആദ്യ താരവുമാണ് വനിതാ മീൻസ് ഹർമൻപ്രീത് കൗർ. അപ്പൊ പുരുഷ വനിതാ T20കളിൽ 150 അന്താരാഷ്ട്ര മത്സരം കളിച്ച ആദ്യ താരമാണ്. അഥവാ പുരുഷ കാറ്റഗറിയിലും സ്ത്രീ കാറ്റഗറിയിലും എല്ലാം കൂടി നോക്കുമ്പോഴും 150 കളി കളിച്ചു എന്ന് പറയുന്നത് ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. അടുത്തൊരു കാര്യം, നീതി ആയോഗിന്റെ പുതിയ CEO ആരാണ്? PVR സുബ്രഹ്മണ്യം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, PVR സുബ്രഹ്മണ്യം. ലാവോസിലെ ഇന്ത്യൻ അംബാസഡറായി പുതുതായി നിയമിതനായതാരാണ്? പ്രശാന്ത് അഗർവാൾ എന്ന് പറയും. നിലവിൽ നമീബിയയുടെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് പ്രശാന്ത് അഗർവാൾ. അദ്ദേഹത്തെ എന്ത് ചെയ്തു? ലാവോസിലേക്കുള്ള പുതിയ ആളായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഈ അടുത്ത് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ പ്രമുഖ ഇന്ത്യൻ ടെന്നീസ് താരമാരാണ്? സാനിയ മിർസയാണ്. 6 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും 43 കരിയർ കിരീടങ്ങളും സാനിയ മിർസ നേടിയിട്ടുണ്ട്. ടെന്നീസ് ഡബിൾ വിഭാഗത്തിൽ മുൻ ലോക 1ാം നമ്പർ താരവും ആയി സാനിയ മിർസ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സാനിയ മിർസ എന്ന് പറയുമ്പോൾ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഒരു പാകിസ്ഥാനി ക്രിക്കറ്ററെയാണ് വിവാഹം ചെയ്തത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇവര് ഡിവോഴ്സ് ആയി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ, ഷുഐബ് മാലിക്കിനെയാണ് വിവാഹം ചെയ്തിരുന്നത്, ഇപ്പൊ ഡിവോഴ്സ് ആയി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മീൻസ് വാർത്തയിൽ ഇടം പിടിച്ച ആളാണ്. അത് മാത്രമൊന്നല്ല, ഇവരുടെ കായിക മികവിന്റെ പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് വാർത്തയിൽ ഇടം പിടിച്ച ഒരു വ്യക്തിത്വമാണ്. T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പാകിസ്ഥാന് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ താരമാരാണ്? മുനീബ അലിയാണ്. അപ്പൊ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ താരമാരാണ്? മുനീബ അലിയാണ്. 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പെഗ്ഗി മോഹനാണ്. അപ്പൊ ഈ പറയുന്ന വാണ്ടറേഴ്സ്, കിങ്സ് ആൻഡ് മെർച്ചന്റ്സ്, അലയുന്നവർ, രാജാക്കന്മാർ, വ്യാപാരികൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പുസ്തകത്തിന്റെ പേര്, വ്യക്തിയുടെ പേര് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കാം. രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ
സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടി ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരം 2023 നേടിയ മുൻ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. കാരണം ഇദ്ദേഹം വളരെ വലിയൊരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ്, അല്ലെ? കാരണം 1992 അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നരസിംഹറാവു സർക്കാരിന്റെ ആ ഒരു സമയത്ത് ഇദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം RBI ഗവർണർ, അല്ലെങ്കിൽ ഇത്തരം ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് മൻമോഹൻ സിംഗ്. അപ്പൊ ഇദ്ദേഹത്തിന് 2023 ഈ പറയുന്ന ഇന്ത്യ UK അച്ചീവേഴ്സ് എന്നാണ് പുരസ്കാരം ലഭിച്ചത് മൻമോഹൻ സിംഗ് ആണ്. അതേപോലെ തന്നെ 2023 അക്ബർ കട്കട്ടിൽ അവാർഡ് ജേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. സമുദ്രശില എന്ന് പറയുന്ന നോവലിനാണ് അക്ബർ കട്കട്ടിൽ അവാർഡ് ലഭിച്ചത്. 50,000 രൂപ പോൾ കെലാട്ട് രൂപകൽപ്പന ചെയ്ത ശില്പം അടങ്ങുന്നതാണെന്ത് ഈ പറയുന്ന അവാർഡ്. അടുത്തത് പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായികയായിരുന്ന ആരാണ് ഈ പറയുന്ന റീസെന്റ് ആയിട്ട് മരിച്ചിരിക്കുന്നത്? വാണി ജയറാമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. മുൻ കേന്ദ്രമന്ത്രിയും നിയമജ്ഞനുമായ ആരാണ് 2023 ഫെബ്രുവരിയിൽ അന്തരിച്ചത്? ശാന്തി ഭൂഷൺ എന്ന് പറയും. പ്രശസ്ത അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രശാന്ത് ഭൂഷൺ എന്താണ്? അദ്ദേഹത്തിന്റെ മകനാണ്. അത് മീൻസ് പ്രശാന്ത് ഭൂഷന്റെ അച്ഛനായ ശാന്തി ഭൂഷണാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് 2023 ഫെബ്രുവരിയിൽ മരിച്ചിരിക്കുന്നത്. അടുത്തൊരു കാര്യം, ഈ അടുത്ത് അന്തരിച്ച കനക് റെലെ ഏത് പ്രശസ്ത അല്ലെങ്കിൽ ഏത് മേഖലയിൽ പ്രശസ്തയായ വ്യക്തിയായിരുന്നു? അപ്പൊ ഇതുപോലെയുള്ള ആർട്ടിസ്റ്റുകള് അല്ലെങ്കിൽ എന്താണ് പ്ലേയേഴ്സ്, ഇതുപോലെയുള്ള ആളുകളൊക്കെ ഇവർ ഏത് മേഖലയിലാണ്? ഇവര് മോഹിനിയാട്ടത്തിലാണ്, അല്ലെ? അപ്പൊ അതേപോലെ ചിലപ്പോ ഒരു കായിക താരത്തെ കുറിച്ച് പറയും, ഇയാൾ ഏത് സ്പോർട്സുമായി റിലേറ്റഡ് ആണ് എന്ന് ചോദിക്കാം. അപ്പൊ മോഹിനിയാട്ടം. അപ്പൊ മുംബൈയിലെ നളന്ദ നൃത്ത ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടറും നളന്ദ നൃത്ത കലാ മഹാവിദ്യാലയത്തിന്റെ ആദ്യ പ്രിൻസിപ്പലുമായിരുന്നു കനക് റെലെ. 2013 പത്മഭൂഷൺ അതേപോലെ തന്നെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ആരാണ്? കെ വിശ്വനാഥനാണ്. 5 തവണ ദേശീയ പുരസ്കാരം, 20 തവണ കേരള സംസ്ഥാന പുരസ്കാരവും നേടിയിട്ടുണ്ട്. 92 വിശ്വനാഥന് പത്മശ്രീയും 2016 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അവാർഡുകൾ ലഭിച്ച ആളുകളൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. 2023 അന്തരിച്ച മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ആരാണ്? പർവേസ് മുഷറഫാണ്. ഞാൻ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. പാകിസ്ഥാനിൽ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ? പാകിസ്ഥാനിൽ ആര് പ്രധാനമന്ത്രി ആയാലും ആര് പ്രസിഡന്റ് ആയാലും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയും. അവിടുത്തെ പോലീസ്, അതേപോലെ തന്നെ മിലിറ്ററി, ഇന്റലിജൻസ്, ഈ പറയുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്റർ ആവുക, പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ശാപമായി നിലനിൽക്കുന്ന ഒരു കാര്യം. ഓക്കെ, പ്രശസ്ത അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനും ഇത് നമ്മൾ എക്സ്ട്രാ നേരത്തെ ബാക്കി വന്നതാണ്. അടുത്തത് അന്തരിച്ച തുളസിദാസ് ബാലറാം ഏത് കായിക മേഖലയിൽ പ്രശസ്തനായിരുന്ന വ്യക്തിയാണ്? ഫുട്ബോൾ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഇതാണ് ഞാൻ പറഞ്ഞത്, തുളസിദാസ് ബാലറാം. അപ്പൊ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട ആളാണ്? അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കണം, അല്ലെ? കാരണം സ്പെസിഫിക് ആയിട്ടുള്ള പല ഡാറ്റകളും ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായും ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കണേ. ഇതുപോലെയുള്ള ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ മരിച്ചാൽ അവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, വാണ്ടറേഴ്സ് കിങ്സ് ആൻഡ് മെർച്ചന്റ്സ് എന്ന പുസ്തകം എഴുതിയതാരാണ്? പെഗ്ഗി മോഹൻ. നമ്മൾ നേരത്തെ പറഞ്ഞു മാതൃഭൂമി ബുക്സ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്ന ആ കൃതി അത് ആരാണ് എഴുതിയിരിക്കുന്നത്? പെഗ്ഗി മോഹനാണ്. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും, ഈ മാതൃഭൂമി അവാർഡ് ലഭിച്ചിരിക്കുന്ന വാണ്ടറേഴ്സ് കിങ്സ് ആൻഡ് മെർച്ചന്റ്സ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്, അല്ലെങ്കിൽ ഏത് പുസ്തകത്തിനാണ് ഈ പറയുന്നത് ലഭിച്ചിരിക്കുന്നത്? ഇങ്ങനെ തുടങ്ങിയിട്ട് പല രീതിയിലും ചോദിക്കാം. വിക്ടറി സിറ്റി എന്ന് പറയുന്ന നോവൽ ആരുടേതാണ്? സൽമാൻ റുഷ്ദിയുടേതാണ്. വിക്ടറി സിറ്റി എന്ന് പറയുന്ന നോവൽ ആരുടേതാണ്? സൽമാൻ റുഷ്ദിയുടേതാണ്.
ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2023 മികച്ച ചിത്രം ഏതാണ്? കാശ്മീരി ഫയൽസ് ആണ്. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഫിലിമാണ്. ഫിലിം ഓഫ് ദി ഇയർ ഏതാണ്? RRR, നിങ്ങൾക്കറിയാം, രാജമൗലി ഫിലിമാണ്. മികച്ച നടൻ രൺബീർ കപൂർ ആണ്, ബ്രഹ്മാസ്ത്രയാണ്. മികച്ച വില്ലൻ ദുൽഖർ സൽമാൻ ആണ്. ചുപ് റിവെഞ്ച് ഓഫ് ദി ആർട്ടിസ്റ്റ് എന്ന് പറയും. സംവിധാനം ചെയ്തത് R ബൽക്കിയാണ്. ദെൻ മികച്ച നടി ആലിയ ഭട്ട് ഗംഗുബായി കത്തിയവാടിയാണ്. മികച്ച നടനുള്ള ക്രിറ്റിക്സ് അവാർഡ് വരുൺ ധവാൻ ആണ്, ബേഡിയ. ദെൻ മികച്ച നടിക്കുള്ള ക്രിറ്റിക്സ് അവാർഡ് വിദ്യാ ബാലൻ ജൽസയിലെ നടനത്തിനാണ്. മികച്ച സംവിധായകൻ R ബൽക്കിയാണ്, ചുപ് നമ്മള് ദുൽഖറിന്റെ പറഞ്ഞല്ലോ. മികച്ച ഛായാഗ്രഹകൻ ആരാണ്? PS വിനോദ് ആണ്, വിക്രം വേദയാണ് ചിത്രം. മോസ്റ്റ് പ്രോമിസിംഗ് ആക്ടർ എന്ന് പറയും ഋഷഭ് ശെട്ടി, കാന്താരയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്ന വഹീദ റഹ്മാൻ. 2023 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ്? വഹീദ റഹ്മാനാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള ഫിലിംസും കാര്യങ്ങളും ഒന്ന് പഠിച്ചു വെക്കുക. സമഗ്ര സംഭാവന, ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ രേഖയാണ്. മ്യൂസിക്കിലുള്ള സമഗ്ര സംഭാവന ഹരിഹരനാണ്. മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ടർ ഓഫ് ദി ഇയർ അനുപം ഖേർ ആണ്. മികച്ച ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് എന്താണ്? കാൽ സർപ്പ. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ഫാക്ടുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് അപ്പൊ ഏറ്റവും നന്നായി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമഗ്ര സംഭാവന ഫിലിം, സമഗ്ര സംഭാവന മ്യൂസിക്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, മോസ്റ്റ് പ്രോമിസിംഗ് ആക്ടർ, അതേപോലെ തന്നെ മികച്ച സംവിധായകൻ ആരാണ്, ഫിലിം ഏതാണ്, മികച്ച നടൻ നടി ഏതാണ്, അതേപോലെ തന്നെ മികച്ച ചിത്രം ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് വൺ 65ാമത് ഗ്രാമി പുരസ്കാരങ്ങൾ. ഓക്കെ, അപ്പൊ പുരസ്കാര വേദി എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയയാണ്. അപ്പൊ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ നേടിയതിന്റെ റെക്കോർഡ് അമേരിക്കൻ ഗായിക ബിയോണസ് സ്വന്തമാക്കിയിട്ടാണ്. അപ്പൊ ഈ പറയുന്ന അമേരിക്കൻ ഗായിക ബിയോൺസ് ആണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. ഇതുവരെ 32 പുരസ്കാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ നേടിയിട്ടുണ്ട്. അടുത്തൊരു കാര്യം, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായവരെയും കിടപ്പിലായവരെയും സഹായിക്കാനുള്ള പദ്ധതി എന്താണ്? ആശ്വാസ കിരണം. അപ്പൊ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായ ആളുകൾ അല്ലെങ്കിൽ രോഗികളായി കിടപ്പിലായ ആളുകൾ, അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ പേരാണ് ആശ്വാസ കിരണം എന്ന് പറയുന്നത്. ജപ്പാന്റെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന നിവാനോ പീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സമാധാന സമ്മാനം ലഭിച്ച ഏകതാ പരിഷത്ത് സ്ഥാപകനും പ്രമുഖ ഗാന്ധിയനുമായ മലയാളി ആരാണ്? PV രാജഗോപാൽ. അപ്പൊ ഇദ്ദേഹം അഥവാ ജപ്പാന്റെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന അവാർഡ് എന്നാണ് നിവാനോ പീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സമാധാന സമ്മാനം ലഭിച്ച മലയാളി ആരാണ്? ഗാന്ധിയനായ ഏകതാ പരിഷത്ത് സ്ഥാപകനായ ആള് PV രാജഗോപാലാണ്. ലോക മാതൃഭാഷാ ദിനമെന്നാണ് ഫെബ്രുവരി 21. ഓക്കെ, മികച്ച ജില്ലാ പഞ്ചായത്ത് സ്വരാജ് അവാർഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൊല്ലമാണ്. ദെൻ തൊഴിലുറപ്പിൽ കള്ളിക്കാടാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും പുരസ്കാരം നേടിയത്. 2022 ഫിഫ മികച്ച താരമാരാണ്? ലിയണൽ മെസ്സിയാണ്, അർജന്റീന. വനിതാ താരം അലക്സിയ പുട്ടയാസ് ആണ്, സ്പെയിന്. ഓക്കെ, അപ്പൊ അർജന്റീന ദെൻ സ്പെയിന്, ഈ പറയുന്ന രണ്ടാളുകളുടെ പേരൊന്ന് പഠിച്ചു നോക്കാം. ഇനിയിപ്പോ റീസെന്റ് ആയിട്ട് ഒരുപാട് പേരുമാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? ഔറംഗാബാദ്, ഒസ്മാനാബാദ്. ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ എന്ന് പറയും. ഒസ്മാനാബാദിന്റെ പുതിയ പേര് ദാരാ ഷിബ് എന്ന് പറയും. ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ, ഒസ്മാനാബാദിന്റെ പുതിയ പേരെന്താണ്? ദാരാ ഷിബ്. അപ്പൊ ഈ പറയുന്ന മാറ്റിയ പേരുകളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. മുഗൾ ഗാർഡന്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ, അമൃതുദ്യാൻ എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, മുഗൾ ഗാർഡൻ പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുനർനാമകരണം, പുതിയ പേരെന്താണ്? അമൃതുദ്യാൻ. അപ്പൊ ഈ പേരുമാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യുക, രാജ്പഥ് കർത്തവ്യപഥ് ആയിട്ടുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഗ്രന്ഥശാലകളിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിന് മുൻതൂക്കം നൽകുന്ന പുതിയ നയരേഖ പദ്ധതി എന്താണ്? മുന്നേറ്റം 25. 2023 ഫെബ്രുവരിയിൽ വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം. വൺ ഫാമിലി വൺ ഐഡന്റിറ്റി എന്ന് പറയുന്ന പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് ആരാണ്? UP ആണ്. UP എന്ത് ചെയ്യുന്നുണ്ട്? പല പാരാമീറ്റേഴ്സ്, ഇപ്പം കൊമേഴ്ഷ്യൽ ആയിട്ട്, ഇൻഡസ്ട്രിയൽ ആയിട്ട്, ഇതുപോലുള്ള പല പാരാമീറ്റേഴ്സിലും എന്ത് ചെയ്യുന്നുണ്ട്? മീൻസ് ഇൻഡസ്ട്രിയൽ, വ്യാവസായികമായിട്ടൊക്കെ പല പാരാമീറ്റേഴ്സിലും എന്താണ്
ഇവർ ഒരുപാട് മുന്നിലാണ്. അടുത്തത് 2023 ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെൽവിയർ ഡിയോർ നേടിയ മലയാളി VR ലളിതാംബിക. ബഹുമതിയായ ഷെൽവിയർ ഡിയോർ നേടിയ മലയാളി ആരാണ്? VR ലളിതാംബിക. ഓക്കെ. ലോകകപ്പ് ഹോക്കിയിൽ കിരീടം നേടിയ രാജ്യം ആരാണ്? ജർമ്മനിയാണ്. ഓക്കെ. അപ്പൊ ഇതുപോലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടമുണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ന്യൂസിലാൻഡാണ്. അപ്പൊ ഗബ്രിയേൽ ചുഴലിക്കാറ്റ്, അപ്പൊ ഈ പറയുന്നത് എവിടെ സംഭവിച്ചു, എവിടെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്, ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ അഭിനേതാവാകുന്ന ആദ്യ ചലച്ചിത്ര ഏതാണ്? ക്രിസ്റ്റി സംവിധാനം ചെയ്തത് ആൽവിൻ ഹെൻറിയാണ്. അപ്പൊ ബെന്യാമിൻ അഭിനേതാവാകുന്ന ഒരു സിനിമ ഏതാണ്? ക്രിസ്റ്റി എന്ന് പറയും. ജസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പൂർണ്ണമായ പ്രതിമയാണ് തവനൂർ കാർഷിക സർവകലാശാല അങ്കണത്തിൽ അനാച്ഛാദനം ചെയ്തത്? കെ കേളപ്പൻ. അപ്പൊ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പൂർണ്ണ പ്രതിമയാണ് തവനൂർ കാർഷിക സർവകലാശാല അങ്കണത്തിൽ അനാച്ഛാദനം ചെയ്തത്? കെ കേളപ്പനാണ്. ഓക്കെ. മലപ്പുറത്ത് പുതിയ ഒരു ജയില് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെ, സെൻട്രൽ ജയില്. അത് എവിടെയാണ്? തവനൂരാണ്. ശമ്പളത്തോടുള്ള ആർത്തവാവധി അനുവദിക്കുന്ന നിയമം അംഗീകരിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ്? സ്പെയിനാണ്. ഓക്കെ. ഇവിടെ ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാണ്. നമ്മൾ 2024 നമ്മൾ അഥവാ ഡിസ്കസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കുക. ശമ്പളത്തോടുള്ള ആർത്തവ അവധി അനുവദിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം. ഇപ്പം ഈ പറയുന്ന അബൂഷൻ അത് ഭരണഘടനാപരമായ അവകാശമാക്കിയ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയി പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യം ആരാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അബോഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായ അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളെയുടെ പദാർത്ഥം എന്നറിയപ്പെടുന്ന ഗ്രാഫിൻ ഉൽപാദനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് എവിടെയാണ്? കാർബോറാണ്ടം യൂണിവേഴ്സൽ കൊച്ചിയാണ്. അപ്പൊ നാളെയുടെ പദാർത്ഥം എന്നറിയപ്പെടുന്നത് ഗ്രാഫിൻ ആണ്. അതിന്റെ ഉൽപാദനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് ആരാണ്? കാർബറാണ്ടം യൂണിവേഴ്സൽ എന്ന് പറയും. മികച്ച ചിത്രത്തിനുള്ള ഹോളിവുഡ് അസോസിയേഷൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ്? RRR എന്ന് പറയും. രാജമൗലി സംവിധാനം ചെയ്ത ഈ ചിത്രം മികച്ച ഗാനം, സംഘടനം എന്നീ വിഭാഗങ്ങളിൽ പുരസ്കാരം നേടിയിട്ടാണ്. അടുത്തൊരു കാര്യം, 2023 സംസ്ഥാനത്തിൽ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കാഴ്ച പരിശോധനക്ക് വിധേയരാക്കുന്നതിനുള്ള നേത്ര ആരോഗ്യ പദ്ധതി. അപ്പൊ നേർക്കാഴ്ച, അപ്പൊ കൃത്യമായ രീതിയിൽ കാഴ്ചയുണ്ടോ ഇല്ലയോ? ഇപ്പം എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ പറയുന്ന രീതിയിൽ കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് കാഴ്ച പരിമിതി ഉണ്ടോ? അപ്പൊ നമ്മൾ ബോർഡിൽ എഴുതിയത് വായിക്കാൻ പറഞ്ഞാൽ അവർക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട്, മീൻസ് ഒരു ഡോക്ടറെ, അപ്പൊ ഈ പറയുന്ന ഒരു കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും കൃത്യമായ രീതിയിൽ കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയുടെ പേരാണ് നേർക്കാഴ്ച എന്ന് പറയും. ഇനി കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി കേരള മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് സേഫ് സ്കൂൾ ബസ്. അപ്പൊ സേഫ് സ്കൂൾ ബസ് എന്ന് പറയും. എന്താണ്? അപ്പൊ ഈ പറയുന്ന ഒരു പദ്ധതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സ്കൂൾ ബസ്സുകൾ കൃത്യമായ രീതിയിൽ MVD പരിശോധിക്കുന്നത്. ഇനി ഐക്യരാഷ്ട്ര സംഘടന 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇതിനെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആഗോള സംരംഭം എന്ന് പറയും. എന്താണ്? മീര എന്ന് പറയും. അപ്പൊ ഈ ഒരു മീര, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടന 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുമായി ചേർന്ന് നടത്തുന്ന പദ്ധതിയുടെ പേരാണ് മീര എന്ന് പറയും. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവം എന്താണ്? സമ്മോഹൻ. ആദ്യത്തെ ഭിന്നശേഷി കലോത്സവം ഏതാണ്? സമ്മോഹൻ എന്ന് പറയും. ഇനി നമ്മൾ പറയും ഇന്ത്യയിൽ നിർമ്മിച്ച, അഥവാ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിർമ്മിച്ച ആസാദി സാറ്റ് 2 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. SSLV പറഞ്ഞ സമയത്ത്, D2 പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആസാദി സാറ്റ് 2 അത് കുട്ടികളാണ് എന്ത് ചെയ്തത്? ക്രിയേറ്റ് ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി വരുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അടുത്തത് ഗുരുവായൂരപ്പൻ ദേവസ്വത്തിന്റെ
ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായരാണ്. അപ്പൊ 2023 ഗുരുവായൂരപ്പൻ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വി മധുസൂദനൻ നായരാണ്. അതേപോലെ തന്നെ എന്താണ് 2023 ഏപ്രിൽ ഇന്ത്യ ചൈനയെ മറികടന്ന് ലോക ജനസംഖ്യയിൽ ഒന്നാമത് എത്തുമെന്ന് വിലയിരുത്തിയ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഐക്യരാഷ്ട്രസഭയാണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ? ഇന്ത്യ മീൻസ് ചൈനയെ മറികടന്നുകൊണ്ട് ഒരുപാട് മുന്നിലാണ്. ഒരുപാട് എന്നല്ല, എന്തായാലും മോസ്റ്റ് പോപ്പുലസ് കൺട്രി എന്ന് പറയുന്ന പേര് ഇനി ചൈനക്കല്ല, ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ്. ഇന്ത്യ 136ാമത് സ്ഥാനമാണ്. അപ്പൊ ഹാപ്പിനെസ് ഇൻഡെക്സ്, കാരണം നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇവിടെ GDP-യിൽ ഗ്രോത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ പല ഗ്രോത്ത് ഉണ്ട്, പലതിലും മുന്നേറ്റമുണ്ട്. പക്ഷേ ഇതിന്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നില്ല? ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി, കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് ഇവിടെ ഇൻഫോർമൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? അനൌദ്യോഗിക മേഖലയിലാണ്. അപ്പൊ ഈ ഒരു മേഖലയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല, അതേപോലെ തന്നെ ഈ പറയുന്ന പെൻഷൻ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പൊ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമത് ഫിൻലൻഡ് ആണ്. ഇന്ത്യ 136ാമത് സ്ഥാനമാണ്. ഇനി നാഷണൽ ജോഗ്രഫി മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഫോട്ടോ ആരാണ്? പരുന്തുകളുടെ നൃത്തം എന്ന് പറയും. കാർത്തിക് സുബ്രഹ്മണ്യമാണ് ഫോട്ടോഗ്രാഫർ. ഇനി മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്ഷീര സംഗമത്തിന് നൽകിയ പേരെന്താണ്? പടവ് എന്ന് പറയും. അപ്പൊ കാർഷിക യൂണിവേഴ്സിറ്റി ക്ഷീര സംരംഭം. 2023 സന്തോഷ് ട്രോഫിയുടെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഓക്കെ. ഖരമാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള ഇന്ത്യയിൽ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്ന നഗരം ഏതാണ്? പൂനെയാണ്. ഓക്കെ. ഇനി അടുത്തൊരു കാര്യം, 2047 ഏത് രോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള പദ്ധതികളാണ് കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചത്? അരിവാൾ രോഗം എന്ന് പറയും, സിക്കിൾ സെൽ അനീമിയ. അപ്പൊ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്? 2047 എന്നാണ് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഈ പറയുന്ന ഒരു ഫാക്ച്വലി എറർ ആണ്. നിങ്ങൾ ഈ ഒരു ഫാക്ട് പഠിക്കേണ്ട. സന്തോഷ് ട്രോഫിയുടെ വേദി, സെമി ഫൈനൽ വേദി ഏതാണെന്ന് പറയുന്ന കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അത് ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു കാര്യം, അരിവാൾ സിക്കിൾ സെൽ അനീമിയ ഇതെവിടെയാണ്? മീൻസ് ഓക്കെ. അപ്പൊ 2047 ഈ രോഗം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത്, നെതർലാൻഡിലെ ലൊക്കേഷൻ ആൻഡ് മാപ്പിംഗ് ടെക്നോളജി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബാംഗ്ലൂർ. അപ്പൊ ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ തിരക്കേറിയ നഗരം എന്ന് പറയുന്ന ബഹുമതി ആർക്കാണ്? ബാംഗ്ലൂരുവിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചിയോട്ട മത്സരത്തിന്റെ ഭാഗമായി നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ചിലിയിലെ കോപ്പ് ഹോൺ മുനമ്പ് വലം വെച്ച മലയാളി ആരാണ്? അഭിലാഷ് ടോമി. അപ്പൊ ഗോൾഡൻ ഗ്ലോബ് ഈ മത്സരത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ചിലിയിലെ കോപ്പ് ഹോൺ മുനമ്പ് അത് വലയം വെച്ച മലയാളി ആരാണ്? നമ്മളുടെ അഭിലാഷ് ടോമിയാണ്. ഇനി രാജ്യത്തെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ടൂറിസം മന്ത്രാലയം ആരംഭിച്ച സംരംഭമാണ് വിസിറ്റ് ഇന്ത്യ ഇയർ എന്ന് പറയും 2023. ഇനി ഏത് നവോത്ഥാന നായകന്റെ 200ാം ജന്മവാർഷികമാണ് ഈ അടുത്ത് ആഘോഷിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ. അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ആണവോർജം വികസിപ്പിക്കുന്നതിന് റഷ്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച ഇന്ത്യയുടെ അയൽ രാജ്യം ആരാണ്? ഇന്ത്യയുടെ അയൽ രാജ്യം അതാരാണ്? മ്യാൻമർ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, 65 വർഷത്തെ ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 35 പുരസ്കാരങ്ങൾ നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി ആരാണ്? ബിയോൺസെ ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? അമേരിക്കൻ ഗായികയായ ബിയോൺസെ ആണ്. ഓക്കെ. വിജയനഗരം എന്ന് പറയുന്ന പുസ്തകം നമ്മൾ നേരത്തെ പറഞ്ഞു, വിക്ടറി ഓഫ് സിറ്റി എന്ന് പറയുന്നത് സൽമാൻ റുഷ്ദിയാണ്. 2023 ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന ദേശീയ പുരസ്കാരം ലഭിച്ച കേരള പദ്ധതി ഏതാണ്? ഗ്രാമവണ്ടി. കാരണം ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്നതിന് KSRTC മുന്നോട്ട് വെച്ച പദ്ധതിയാണ്.
ലോകത്ത് ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്നത് ആരാണ്? സ്കോട്ട്ലൻഡ്. അപ്പൊ ഡ്രൈവർലെസ് ബസ് സർവീസ് ആരംഭിക്കുന്നത് ആദ്യമായിട്ട് ആരാണ്? സ്കോട്ട്ലൻഡ് ആണ്. ദെൻ തൊഴിൽ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടി ഓർഡിനൻസ്. അപ്പം തൊഴിൽ വാഗ്ദാനം ചെയ്ത് എന്താണ് ആളുകളെ പറ്റിക്കുന്നതിനെതിരെ അത് തടയുന്നതിന് വേണ്ടി ഒരു ഓർഡിനൻസ് പുറത്തിറക്കിയ സ്റ്റേറ്റ് ഏതാണ്? ഉത്തരാഖണ്ഡ് 2023-ലാണ്. ഇനി കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കാൻ ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതി എന്താണ്? ഒപ്പം എന്ന് പറയും. കാരണം ഈ പറയുന്ന കിടപ്പ് രോഗികളുടെ ഒപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് സർക്കാർ കാണിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷ്യ വകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്നത്. ഇനി അഭ്യസ്തവിദ്യരായ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് ഇക്കണോമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? തൊഴിൽ അരങ്ങത്തേക്ക് എന്ന് പറയും. ഓക്കെ, അപ്പൊ കുടുംബശ്രീയും കേരള നോളജ് ഇക്കണോമി മിഷനും അപ്പൊ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുക എന്ന് പറയുന്നതാണ് തൊഴിലരങ്ങത്തേക്ക് എന്ന് പറയും. 36ാമത് സൂരജ് കുണ്ട് അന്താരാഷ്ട്ര കരകൗശല മേള നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. കുടുംബശ്രീ, ഈ ഒരു കാര്യം പഠിച്ചു നോക്കണം. കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? മെയ് 17. ഓക്കെ, സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഭിന്നശേഷി കലോത്സവം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഭിന്നശേഷി കലോത്സവം സമ്മോഹനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വേദി എവിടെയാണ്? ട്രിവാൻഡ്രമാണ്. അടുത്തൊരു കാര്യം, കേരള കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ആഗോള ബ്രാൻഡ് കേരള അഗ്രോ ബ്രാൻഡ് എന്ന് പറയും. അപ്പൊ കേരള അഗ്രോ ബ്രാൻഡ് എന്നാണ് എന്ത് ഇതിന്റെ പേരും. അപ്പൊ കേരള കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൂല്യമർദ്ദിത വാല്യൂ ആഡഡ് എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ ഈ സാധനം നേരെ വിൽക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആയിട്ട് വിൽക്കുക. ഇപ്പൊ മിൽമ പാല് വിൽക്കുന്നതിന് പകരം അത് ഐസ്ക്രീം അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങളാക്കി മാറ്റും. പുസ്തക രൂപത്തിലുള്ള കേരള ബജറ്റ് പ്രസംഗത്തിന്റെ മുഖചിത്രമായ ശില്പം എന്താണ്? ബേർഡ് ആൻഡ് സ്പേസ് എന്ന് പറയും. ഇതിന്റെ ശില്പി ആരാണ്? ബ്രൻകുഷ് റുമാനിയൻ. ജസ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി ഡൽഹി ശിശു സംരക്ഷണ സമിതി പുറത്തിറക്കിയ വാട്സാപ്പ് ചാറ്റ് ബോട്ട് ആണ് ബാലമിത്ര എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ഇനി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ മികച്ച രചനകൾ പുസ്തകരൂപത്തിലാക്കി സമഗ്ര ശിക്ഷ കേരളം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണം എഴുത്തുപച്ചൻ. അപ്പൊ കേരളത്തിലെ സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ അത് പബ്ലിഷ് ചെയ്തിട്ട് പുറത്തിറക്കുന്ന ആ ഒരു പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് എഴുത്തുപച്ച എന്ന് പറയുന്നത്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ലോകത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാല, കൊൽക്കത്ത. അപ്പൊ ഈ പറയുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അഥവാ ഇല്ലാതായിട്ടില്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ലോകത്തിലെ ആദ്യ സർവകലാശാല എന്ന് പറയുന്നത് എന്താണ്? വിശ്വഭാരതി സർവകലാശാലയാണ്. ലോകത്തിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത എന്ന് പറയുന്ന റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമനാണ്. ഓക്കെ, അപ്പൊ ഇത് 5 തവണ ഇപ്പം റീസെന്റ് ആയിട്ട് 2024 കൂടി കൂട്ടിയിട്ട് 6ാമത് തവണയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം NDA സർക്കാർ വരികയാണെങ്കിൽ ഇവർ തന്നെയാണോ പുതിയ ഫിനാൻസ് മിനിസ്റ്റർ ആകുന്നത് എന്ന് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. 2023 കേരളത്തിൽ നടപ്പിലാക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് കേരളം സുരക്ഷിത ഭക്ഷണ ഇടം എന്ന് പറയുന്നത്. അപ്പൊ ഭക്ഷ്യസുരക്ഷാ പദ്ധതി അതെന്നാണ്? കേരളം സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഇടമാണ്. എന്നിരുന്നാൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിൽ ഒരുപാട് ഫുഡ് സേഫ്റ്റി ഇഷ്യൂസും കാര്യങ്ങളും ഫുഡ് പോയിസൺ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എന്താണ്? ഈ പറയുന്ന പദ്ധതികൾ കൃത്യമായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ വരുന്ന ഫോൾട്ടുകളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി വിളർച്ച മുക്ത കേരളം, വളർച്ച മുക്തല്ല വിളർച്ച മുക്ത കേരളം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? വിവ, വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. അപ്പൊ വിവ എന്ന് പറയും, വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്ന് പറയുന്നതാണ് വിളർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിനിന്റെ പേരെന്താണ്? വന്ദേ മെട്രോ എന്ന് പറയും. എന്താണ്? തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ. സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി എന്താണ്? അങ്കണം. അംഗനവാടിയിലുള്ള ആളുകൾക്ക് അങ്കണം. ഇനി
2023 ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച തമിഴ്നാട്ടിലെ പാലം ഏതാണ്? പാമ്പൻ പാലം. നിങ്ങൾ ആ ഒരു APJ അബ്ദുൽ കലാമിന്റെ ആ ഒരു സംവിധാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോ ഈ ഒരു ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 2023 ഫെബ്രുവരിയിൽ ഭൂകമ്പം ഉണ്ടായത് ഏത് രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശത്താണ്? ടർക്കി, സിറിയ. അപ്പൊ ആ ഒരു ഭൂകമ്പ ബാധിതരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ വിട്ട പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയും. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായി കേരള പോലീസിന്റെ പദ്ധതിയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ. പിങ്ക് പോലീസ് എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ എന്താണ് പിങ്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതാണ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കേരള പോലീസ് പദ്ധതി. അടുത്തത് കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷ്ടി എന്ന് പറയും. എന്താണ്? കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു സിക്കിമാണ് എന്ത് ചെയ്യുന്നത്, 100 മരങ്ങൾ വീതം ഓരോ കുട്ടിയും ജനിക്കുന്ന സമയത്ത്. ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനം നമ്മൾ പറഞ്ഞു ഫെബ്രുവരി 8 ആണ്. അതിന്റെ തീം എന്താണ്? ടുഗദർ ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ് എന്ന് പറയുന്നതാണ്. ദെൻ പയറുവർഗ ദിനം, ലോക പയറുവർഗ ദിനം. ഈ ഒരു പയറുവർഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? പൾസസ് ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. അപ്പൊ ഇന്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് 2023 ആണ്. ഡേ ഏതാണ്? ഫെബ്രുവരി 10 ആണ് ഡേ. ഫെബ്രുവരി 10 ആണ് ഡേ. അതേപോലെ തന്നെ പൾസസ് ഈ 2023 പ്രമേയം അല്ലെങ്കിൽ എന്താണ് പയറുവർഗ ദിനത്തിന്റെ പ്രമേയം പൾസസ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ്. ഫെബ്രുവരി 10 ഗൂഗിൾ ഡൂഡിൽ ആദരിക്കപ്പെട്ട മലയാള സിനിമയിലെ ആദ്യ നായിക ആരാണ്? PK റോസി എന്ന് പറയും. വിഗത കുമാരനിലെ നായികയാണ്. അതേപോലെ തന്നെ എന്താണ് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ആണ്. ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്ന് പറയും. പരിചരണ രംഗത്തെ വിടവ് നികത്തുക എന്ന് പറയുന്നതാണ് 2023 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. അണ്ടർ 19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായത് ഇന്ത്യയാണ്. ഇപ്പോ 2023 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ്. അതേപോലെ തന്നെ പരാജയപ്പെടുത്തിയത് ആരാണ്? ആതിഥേയരായ സൗത്ത് ആഫ്രിക്കയാണ്. ഇത് അണ്ടർ 19 വനിതാ T20 ലോകകപ്പാണ്. അതിൽ ജേതാക്കളായിരിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2 ആണ്. ഓക്കെ, അപ്പൊ ഈ കണ്ടൽ കാടുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി 2 ആണ്. അതിന്റെ പ്രമേയം എന്തായിരുന്നു? ഇറ്റ് ഈസ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് പാർക്ക് ടിയറിംഗ് റിസ്റ്റോറേഷൻ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മീൻസ് എന്ത് ചെയ്യണം? വെറ്റ്ലാൻഡുകൾ റിസ്റ്റോർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പുതിയ വർഷത്തെ പ്രമേയം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ നെക്സ്റ്റ് ഒരു 3 to 4 ക്ലാസ്സിൽ എന്ത് ചെയ്യും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുക. നമ്മൾ വെറുതെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നതല്ല, നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് പോസിബിലിറ്റി ഉള്ള ടോപ്പിക്കുകളാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കണ്ടന്റ് ക്ലാസ് നിങ്ങൾ കേൾക്കുക. ക്ലാസ് കേട്ടതിന് ശേഷം 2, 3, 4 ഇനി പറ്റുവാണെങ്കിൽ 5 തവണ തന്നെ എന്ത് ചെയ്യുക? നോട്ട്സ് റിവൈസ് ചെയ്യുക. നോട്ട്സ് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ പോരെ. അപ്പൊ ഈ പറയുന്ന ഫാക്ടുകൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് വായിച്ചു പോവുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.